നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടർ ഊറ്റിയെടുക്കുക എന്ന് പറയുന്നിടത്താണ് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നത്. ഡയറക്ടർ അവാർഡ് മാത്രമല്ല, നമ്മുടെ ഒരു പടത്തിൽ വർക്ക് ചെയ്ത മറ്റാളുകൾക്ക് അവാർഡ് കിട്ടുന്നതിനകത്തെല്ലാം കൃത്യം 1% പങ്ക് ഫിലിം ഡയറക്ടർക്കുണ്ട്. അത് എനിക്ക് പറയാനുള്ളത് അത് 100%. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലിറിക്സിനെ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു ട്യൂൺ പാടാനറിയാം, ഏത് ട്യൂണും എങ്ങനെയും പാടും. പക്ഷെ അതൊരു അതിൽ ലിറിക്കൽ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെന്നെ പഠിപ്പിച്ചത് ഭരതേട്ടനാണ്. അപ്പം ഞാനൊരു സ്ഥലത്ത് ഞാനൊരു ട്യൂൺ പാടി. ആ ട്യൂൺ പാടിയപ്പോൾ അതിൽ ഭരതേട്ടൻ ഒരു വരി പറഞ്ഞു, അതിന് മാച്ച് ആവുന്നതല്ല. അപ്പം ഭരതേട്ടൻ പറഞ്ഞു, എടാ ഇത് നിന്റെ ട്യൂണിനല്ല, ഇതിനുണ്ടാക്കുക ട്യൂൺ. ആ ലിറിക്സിന് ട്യൂൺ ഉണ്ടാക്കുന്ന പറഞ്ഞത് ഭരതേട്ടനാണ്. ഇത് ഇങ്ങനെ പാടിയത് പാടാലോ ഉടനെ പാടാം. പാടിയതിനിടയിൽ മനുഷ്യ സഹജമായ ഒരു ചതി നമ്മൾ മൂന്നും ചെയ്തു. അതായത് ടോപ്പ് വന്നപ്പോ പെട്ടെന്ന് 3 പാട്ടുകാർ അതിൽ നിന്ന് അങ്ങ് ഊരി പോയിട്ട് സാർ ഒറ്റപ്പെട്ടു ഇടയിൽ. ഞാനേ അത് ശ്രദ്ധിച്ചുള്ളൂ. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കും, നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്കും, പാട്ട് പാടിയ സ്ഥിതിക്കും നമുക്ക് സംഗീത ബന്ധമുള്ള ഒരാളുടെയും കൂടെ സാന്നിധ്യം ഇവിടെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ പറഞ്ഞ അക്ഷരങ്ങളെ നൃത്തം ചെയ്യിക്കുന്ന ആളാണ്, ഗാനരചയിതാവാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമുക്ക് വന്നിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സ്നേഹപൂർവം ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭരതൻ സാറിന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ MD രാജേന്ദ്രൻ. സാർ നമസ്കാരം. നമസ്കാരം, നന്ദി വന്നതില്. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടൊരെണ്ണം പാടി നിൽക്കുന്ന അവസരത്തിലാണ് രാജേന്ദ്രൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ പറഞ്ഞു പാട്ടൊക്കെ ഏതാന്നുള്ളത് പറയാം, എനിക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം. എങ്കിലും ഇപ്പൊ ഞാൻ ഏറ്റവും പുതിയ പിള്ളേർക്ക് പെട്ടെന്ന് ഏറ്റവും പുതിയ ആൾക്കാർക്ക് പറയാം, ഇവരിപ്പോ പ്രേമലു എന്ന് പറയുന്ന പടം വന്നപ്പം യാദവ എന്നുള്ള പാട്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് റീൽസുകളിലും ഒക്കെ വന്നു, ഒരുപാട് പേര് കളിച്ചു കണ്ടു. ആ പാട്ട് എഴുതിയ ആളാണ് ഈ ഇരിക്കുന്ന ആള്. ഒന്ന് കണ്ടേക്ക്. പറയണ്ടേ, നമ്മൾ അത്ര എങ്ങനെയും പറയണ്ടേ? പിന്നെ ഒരു കെട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് രാജൻ സാർ. പറയൂ, ഭരതേട്ടനുമായിട്ടുള്ള ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാം. ഈ ഭരതേട്ടൻ എന്ന് പറയുമ്പോൾ ഈ ആകെ മറ്റുള്ളവരെ മറന്നു പറയല്ല, മലയാളത്തിൽ ഒരു വയലാറ് പോലെ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനില്ല, നിറഞ്ഞു നിൽക്കുന്നൊരു പ്രതിഭ എന്ന് പറയുന്നത് സാക്ഷാൽ ഭരതനാണ്. നമ്മുടെ സിനിമയുടെ മൊത്തം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഭരതൻ ടച്ച് ഇല്ലാത്ത മലയാള സിനിമയില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാമനുഷ്യന് പോലും ഭരതേട്ടൻ്റെ ബഹുമാനമായിരുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഈ കാക്കനാടൻ എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലി, സിനിമയുടെ താല്പര്യമൊന്നുമില്ല, കഥയൊന്നും എഴുതാൻ താല്പര്യമില്ലാത്ത ആളാണ്. പറയാവുന്ന അല്പം ലേശം ലഹരിമയമായിട്ടുള്ള ജീവിതമാണ് പുള്ളിയുടെ, വെള്ളമാണ്. അപ്പൊ പുള്ളി അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമില്ല. അല്ലാശാനെ വെള്ളം അടിക്കരുത്. അതല്ല, അതായത് ലിറിസിസ്റ്റ് ആണല്ലോ. ആദ്യം സാഹിത്യ രൂപേണയും അത് നിങ്ങളോടല്ല. അതായത് അദ്ദേഹം
അത്യം ലഹരിമയമായ ഒരു ജീവിതമാണ്. എന്നെ നോക്കിട്ട് വെള്ളമാണ്. അല്ല, അത് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അല്ല, അതെന്താ അറിയാമോ, അത് കൃത്യമായിട്ട് സാഹിത്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചതാണ്. രസം. അപ്പൊ പത്മനാഭൻ പോലുള്ള പ്രതിഭാശാലികളുണ്ട് കാക്കനാട് ശിഷ്യന്മാര്. മുകുന്ദൻ, പത്മനാഭൻ, ഒ വിജയൻ, ഇതൊക്കെ ശിഷ്യഗണങ്ങളാ കാക്കനാട്. ബേബി ചായനാണ് ഗ്രേറ്റ്. ഈ ബേബി ചായൻ ഗ്രേറ്റ് ആണെന്ന് മനസ്സിലായത് ഭരതേട്ടനിൽ കൂടെയാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ പടത്തിന് വേണ്ടി ലളിത ചേച്ചിയും പിന്നെ ഈ കാക്കനാടിൻ്റെ ഒരു കഥ കിട്ടാൻ വേണ്ടിയിട്ട് KG ജോർജ്, ലളിത, ഭരതൻ ഇവരെല്ലാം കൂടെ ഇങ്ങനെ വട്ടമിട്ട് പിടിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയാണ് ഈ പാർവതി, അടിയറവ് എന്ന് പറയുന്ന ഒരു നോവൽ പാർവതിയാക്കിയിട്ട് എടുക്കുന്നതും ഭരതൻ അതിൻ്റെ സംവിധായകനാകുന്നു. അപ്പം ഭരതൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു. അതിൻ്റെ വളരെ ബ്രീഫായിട്ട് പറയാം. ഈ ഭരതൻ കാക്കനാടൻ സംഗമം തന്നെ അത്ഭുതമാണ്, അരൂക്കുറ്റി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ കാക്കനാടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭരതൻ്റെ ഉച്ചാരണ ശേഷിയിലാണ്. അങ്ങനെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പാട്ടുകൾ ചെയ്യുന്നു. ഓരോ പാട്ടും എങ്ങനെ വേണം, കാക്കനാടിന് ഓരോന്ന് പ്ലാൻ ചെയ്തു. കാക്കനാടിൻ്റെ കഥകൾക്കൊക്കെയുള്ള ഒരു ഗുണം എല്ലാം ഇറോട്ടിക്കാണ്. അതെ, എല്ലാ കഥകളും ഇറോട്ടിക്കാണ്. ഔസേപ്പിച്ചൊരിക്കും അറിയാവുന്നേ ഉള്ളൂ. ഇറോട്ടിക് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സാധനമേ വരുള്ളൂ. അപ്പോൾ മ്യൂസിക് ഡയറക്ടറാക്കിയാൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദേവരായ മാഷാണ്, നമ്മുടെ ഗുരു. അപ്പോൾ ദേവരായ മാഷാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇറോട്ടിക് പാട്ടുണ്ടാക്കിയ ആള്. എന്ന് വെച്ചാൽ 79 ഇറങ്ങിയ മോചനം എന്നുള്ള പടത്തിൽ സ്റ്റാൻലിയ പ്രൊഡ്യൂസ് ചെയ്ത് തൂവാനത്തുമ്പികളുടെ പ്രൊഡ്യൂസർ ഇയാളാണ്. ആദ്യം ചെയ്ത പടമാണ് ഈ മോചനം. അതിൽ ഈ സൂര്യൻ ഉദിപ്പിച്ചു വന്ന പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത്. ഇത് ഈ പ്രത്യേക ഘട്ടത്തിൽ പറയാൻ കാരണം ഭരതൻ്റെ പാർവതി എന്നുള്ള പടത്തിലും ഇതേ സിറ്റുവേഷൻ വരികയാണ്, കുറക്കൂടെ ഭീകരമായിട്ട്. അപ്പോൾ ഭരതൻ എന്നോട് പറയാണ്, എടാ നിന്റെ സൂര്യൻ ഉദിപ്പിച്ച പോലൊരു സാധനം വേണമെന്ന് വിളിക്കാൻ കിടപ്പുണ്ട്. അപ്പൊ ദേവരാജ മാഷ് പോലും അക്സെപ്റ്റ് ചെയ്ത സെക്സ് ആണല്ലോ ഇത്. അത് ഓക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴോ, യു വോണ്ട് ബിലീവ്, എനിക്ക് ആ ജോൺസനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്. ജോൺസൺ ഭരതൻ്റെ മകനാണോ, ഭരതൻ ജോൺസന്റെ മകനാണോ എനിക്കറിയില്ല. സംഗീതത്തിൽ ജോൺസണും ഭരതനും പിന്നെ ലളിത ചേച്ചി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രോബ്ലം, അത് പറഞ്ഞ കുഴപ്പമില്ല, രണ്ടുപേരും മരിച്ചു പോയതുകൊണ്ട്. ഞാൻ ഈ സത്യഭാമ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരാളുടെ അടുത്ത് പോകും, മറ്റേയാൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഭരതൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിവരം ഭരതൻ പറഞ്ഞിട്ട് മറ്റേയാൾ അറിഞ്ഞു. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരുമെന്നാണ് ധാരണ. ഈ മറ്റവൻ അറിയരുതെന്ന് വെച്ചിട്ടാണ്, രുക്മിണി അറിയണ്ടെന്ന് വെച്ച് രുക്മിണിയെ അറിയിക്കാതെയാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ അയാളുടെ ഫോൺ, എന്നോട് പറയാതെ നീ ഭരതൻ്റെ അടുത്ത് പോയി അല്ലേ? ആരാണ്? ഡയറക്ടർ മോഹൻ. അപ്പോൾ മോഹനും ഭരതനുമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ. അപ്പോൾ ഭരതൻ പറഞ്ഞു, നീ അവനോട് പറഞ്ഞിട്ട് പോരുന്ന. അവന് ഞാൻ വല്ല കാര്യമുണ്ട്, വിളിച്ചറിയിക്കേണ്ട വല്ല കാര്യമുണ്ട്. അങ്ങനെ ഈ പാട്ട് അവിടെ ചെയ്യാൻ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ പാവപ്പെട്ട ജോൺസണും അദ്ദേഹത്തിൻ്റെ ഒരു തബല വായിക്കുന്ന ഒരു പയ്യനും പേരെനിക്ക് ഇങ്ങനെ വരുന്ന, പേടിച്ചാണ് വരുന്നത്. പുള്ളിയും രുക്മിണി സത്യമായ പ്രശ്നമുണ്ട് പുള്ളിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയും പതുക്കെ വന്ന് അടുത്തിരിക്കുന്നു. ലളിത ചേച്ചിക്ക് സംഭവം നേരത്തെ അറിയാം. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഭരതൻ വളരെ കൂളായിട്ട് ചോദിക്കുന്നു, നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ, പെട്ടെന്ന് നീ എന്നെ അങ്ങേരെ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. ഈ അങ്ങേരെ എന്നുള്ളത് ജോൺസൺ അറിയില്ല ആരെയാണെന്ന്. അപ്പോൾ ആ ജോൺസൺ ആരെയാണെന്ന്, ദേവരായ മാഷ് വിളിച്ചിരുന്നു. ദേവരായ മാഷ് അസിസ്റ്റന്റ് ആണല്ലോ പുള്ളി. ജോൺസൺ പറയാതെ വന്നിരിക്കുക, ആദ്യത്തെ പടം ട്യൂൺ ചെയ്യുക. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് പുള്ളിയുടെ ഡയലോഗാണ്, ഇത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. ഇതാ ഭംഗിയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ, ഗുരുത്വദോഷം വാങ്ങിക്കരുത്, ഉപദേശിക്കുകയായിരുന്നു. പറയാതെ വെട്ടിച്ചു വന്നതാണ് പുള്ളി. പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം ചെയ്തെങ്കിലും റിലീസായിട്ടില്ല, രണ്ടാമത്തെ പടമാണിത്. ആ ദുഃഖത്തിൽ അപ്പോൾ ഭരതിന്റെ ഡയലോഗ്. അപ്പൊ ഞാനൊരു ഗുരുദോഷം കഴിഞ്ഞിട്ടിരിക്കുക, അവിടെ മോഹനോട് പറയാതെ വന്നിരിക്കുക. ഇവന്മാർക്കൊക്കെ ഈ കള്ളവിദ്യകളാണ്. രണ്ടും തൃശ്ശൂരിൽ നിന്നല്ലേ വരുന്നത്. ജോൺസൺ എവിടെയാണ്? ഞാൻ പറഞ്ഞ അതുകൊണ്ടില്ല, മോഹന് അങ്ങനെ ചെറിയൊരു കോംപ്ലക്സ് ഉള്ള ആളാണ്.
അത് കോംപ്ലക്സ് ഒന്നുമില്ല, നിന്റെയാണ് കോംപ്ലക്സ്, അത് പോട്ടെ, നമുക്ക് ആ ഇറോട്ടിക് സോങ്ങിലേക്ക് പ്രവേശിക്കാം ആ. എന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അത്ഭുതം. ഞാൻ ഉദ്ദേശിച്ചു ഈ ഭരതനാണ് ജോൺസനാണ്, അപ്പോൾ മ്യൂസിക് വരുന്ന ഏത് ഭാഗത്ത് നമുക്കറിയില്ല. ഞാനും കുറച്ച് മ്യൂസിക് ഉള്ളതുകൊണ്ട് ഏത് ഭാഗത്ത് നമുക്ക് അറിയില്ലല്ലോ. മാത്രമല്ല കാക്കനാടിൻ്റെ സബ്ജക്റ്റും സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അതിനൊക്കെ കുഴപ്പം. ആ. അപ്പോൾ ഞാൻ ആലോചിച്ചു ജോൺസണ് വല്ലതും തോന്നുന്നുണ്ടോയെന്ന്. അപ്പോൾ ഭരതൻ്റെ ഡയലോഗാണ്, അവനല്ല ഞാനാ ഡയറക്ടർ. ഫസ്റ്റ് ഡയലോഗ് ആ. നേരത്തെ ആരോ പറഞ്ഞല്ലോ, ആ. ഞാനാണ് ഡയറക്ടർ, എനിക്കാണ് തോന്നുന്നുണ്ടെന്ന്, അവനല്ല എന്ന്. മറ്റേയാൾ കുറച്ചുകൂടെ ജോൺസൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ആകെപ്പാടെ തെറ്റ് കാണിച്ച് വന്നിരിക്കുക, ദേവരായ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടാ നീ മറ്റേ ആ സൂര്യൻ ഉദിച്ച പോലല്ല, അത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, സ്പീഡിൽ ഉദിക്കണം സൂര്യൻ. ആ. കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡിലുള്ള ഒരു പ്രണയമാണ്. ഒരു പ്രണയമല്ല, ഒരു താത്വിക ബന്ധമാണ്, ആ. ഒരു ഫിലോസോഫിക്കൽ. അതെ അതെ. അത് സ്പീഡിൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. ഉവ്വ. നമ്മുടെ സംസ്കാരം വേണമല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സ്പീഡിലുള്ള ഒരു സംയോഗമാണ് നടക്കുന്നത്, ഇന്റൻസിറ്റി. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ സൂര്യനെ വിട്ടു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി കുറുനിരകൾ, പിന്നെ സ്പീഡിനെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി, മഴ. ഓക്കെ ശരി ഭരതേട്ടാ, ഈ മഴ 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 എന്നൊക്കെ പറയാൻ ചോദിച്ചു. നീ എന്ത് വേണേ പറഞ്ഞോ, എനിക്ക് സാധനം നന്നായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു കുറുനിരയോ മഴ 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 മുകിൽ നിരയോ. അപ്പോൾ ഭരതേട്ടൻ 3 മഴ വേണ്ട, 2 മഴ മതി. ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അളവ് മ്യൂസിക്. നോക്കുക. അപ്പം മറ്റവനപ്പോഴത്തേക്കും പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് അവന് കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ. അത് വലിയ കുഴപ്പമില്ല. പിന്നെയും കുറച്ച് സാധനം വരട്ടിരുന്നു പുള്ളി പറയാം അതുപോലുള്ളത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കുനു കുനു ചിഗുര മദന ലാസ്യലഹരിയോ. ജോൺസൺ അലർട്ടാവുന്നു, ഭരതൻ ജസ്റ്റ് ഒന്ന് മൂളുന്നു. വണ്ട് മൂളുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പുള്ളി പറയുകയും ചെയ്യുന്നു. വണ്ടിൻ്റെ ഒരു മൂളലുണ്ടല്ലോ, അപ്പോൾ വണ്ടിൻ്റെ മൂളിൽ ആലോചിക്കുക. അപ്പോൾ ജോൺസണെ തൃശ്ശൂരുള്ള വണ്ടികളെയൊക്കെ പുള്ളി ഉണ്ടാവും ആലോചിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഭരതേട്ടന് പേരിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭ്രാന്താവും പിന്നെ മുഖത്തൊക്കെ. സാധനം ഗംഭീര സാധനം ജോൺസന്റെ പ്രത്യേക വോയിസ് ആണല്ലോ. ഓറുന്നീരയോ മഴ മഴ മുകളിലേരയോ എന്നുള്ള സാധനം വരുന്നു. നീ പാടണ്ട എന്ന് പറഞ്ഞ് പുള്ളി വരികൾ കൊടുക്കുന്നു. ജോൺസൺ എന്ത് ചെയ്യുന്നു, തകടകാന്ന സാധനം വരുന്നു. ഞാൻ ഞെട്ടുന്നു, എല്ലാവരും ഞെട്ടുന്നു. മറ്റേത് ഔട്ട്, ഏത് ഇരുട്ടിൻ്റെ അലക്കെട്ട് ഔട്ട്, ഞാനും ഔട്ടായി. കാരണം വാസ്തവത്തിൽ ജോൺസൺ എന്ന് പറയുന്ന മലയാള MT പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറയുന്നത്. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ജോൺസൺ എന്നാണ് MT പറയാറുള്ളത്. സത്യമാണത്. അത് അവിടെ വെച്ച് നടക്കുകയാണ്. ജോൺസന്റെ ഫസ്റ്റ് ഹിറ്റ്, പാർവതിയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഈ ഭരതൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് ഫസ്റ്റ് ഹിറ്റ് ഉണ്ടാവുകയാണ്.